ഹായ് എവരി വൺ. അപ്പോൾ നമുക്ക് നമ്മുടെ റിഡംഷൻ്റെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് അതിന് എന്താ പറയുന്നത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് 7 മാർക്കിനോ 15 മാർക്കിനോ ഇത് ചോദിക്കാം. ഓക്കെ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അതിന്റെ ഒരു കേസ് നമുക്ക് നോക്കാം. The balance sheet of Crab Tree Limited as on 31st March 2025 was as follows. Particulars. നമുക്കിവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ 1010% redeemable preference shares of rupees 100 each. Total value 1 lakh. 50,000 equity shares of rupees 10 each. Total value 5 lakh. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റിഡീം ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആണ്. ഈ 1 lakhന് വേണ്ടി നമുക്ക് റിസർവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ നടത്താം. ഇതാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, 100 രൂപ പ്രകാരമുള്ള 1000 റെഡിമേഡ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ഇത് ഫുള്ളി പെയ്ഡപ്പ് ആണ്. പാർട്ട്ലി പെയ്ഡപ്പ് ആയിരുന്നു, എന്ത് ചെയ്യണമായിരുന്നു, കൺവേർട്ട് ചെയ്യണമായിരുന്നു ഫുള്ളി പെയ്ഡപ്പിലേക്ക്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം രൂപയാണ് ഈ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കിവിടെ ഉപയോഗിക്കാവുന്ന റിസർവ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ജനറൽ റിസർവ് ഒരു 1 lakh ഉണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് കണ്ടീഷൻ അനുസരിച്ച് 2013 മുമ്പുള്ള കമ്പനി ആയിരുന്നെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു, അല്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ CRR ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജനറൽ റിസർവ് മാത്രമേ ഉള്ളൂ. ദെൻ ലോങ് ടൈം ഡെറ്റ് 7% തന്നിട്ടുണ്ട്. ട്രേഡ് പേബിൾസ് 1,50,000 തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 5 lakh, പ്ലാന്റ് ആൻഡ് മെഷീനറി 3,10,000, ഇൻവെന്ററി 1 lakh, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 90,000. ടോട്ടൽ ഓഫ് ബാലൻസ് ഷീറ്റ് 10 lakh. അതിലെ 1 lakh നമ്മൾ എന്തായാലും ക്യാൻസൽ ചെയ്യണം. അപ്പം ബാലൻസ് ഷീറ്റിൽ നിന്ന് 1 lakh കുറയാണെങ്കിൽ 9 lakh ആണ് വരേണ്ടത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് എന്താ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് പ്രീമിയം കളക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് അഡീഷണൽ വാല്യൂസ് ഒന്നും കൂടുതൽ വരുന്നില്ലെങ്കിൽ 2 സ്ഥലത്തു നിന്നും ഓരോ ലക്ഷം രൂപ കുറഞ്ഞ് ബാലൻസ് ഷീറ്റിന് ടോട്ടൽ 9 ലക്ഷം ആയേനെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു മനക്കണക്ക് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൂ. ക്യാൻസലേഷൻ 1 ലക്ഷം വന്നാൽ ഏറ്റവും കുറഞ്ഞ വർഷം 9 ലക്ഷം രൂപ ഇല്ലാതാണ്. 1 ലക്ഷം രൂപ കുറഞ്ഞ് 9 ലക്ഷം രൂപയിലേക്ക് മാറുന്നു. നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. For the purpose of redemption of preference shares, the company made a fresh issue of 6,000 shares of rupees 10 each at a premium of 10%. 6,000 ഷെയർ 10 രൂപ പ്രകാരം 10% നിരക്കിൽ. അപ്പം ക്യാപിറ്റലായിട്ട് 60,000 രൂപ കിട്ടും. 6,000 into 10, 60,000. സെക്യൂരിറ്റീസ് പ്രീമിയം അഡീഷണൽ ആയിട്ട് ഒരു 6,000 രൂപ കൂടെ കിട്ടും. ഇപ്പോൾ ഉള്ള 50,000 കൂടെ ഒരു 6,000 കൂടെ പുതിയ ബാലൻസ് ഷീറ്റ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, the preference shares were redeemed at a premium at 10%. ഒയ്യോ, നോക്കുക, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം രൂപയുടെ പ്രിഫറൻസ് ഷെയർസ് 1,10,000 രൂപയാണ് പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അതായത് 10,000 രൂപ അഡീഷണൽ. അപ്പോൾ ആ 10,000 രൂപ എന്ന് പറയുന്ന ഒരു ലോസ് ആണ്. ആ ലോസ് നമുക്ക് ജനറൽ റിസർവിൽ നിന്ന് വേണം എടുക്കാൻ. അപ്പോൾ ഇവിടെ 1 ലക്ഷം രൂപ ജനറൽ റിസർവിനകത്ത് 10,000 രൂപ എന്തിനു ഉപയോഗിച്ച് കഴിഞ്ഞു? എന്തിനു ഉപയോഗിക്കണം? പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ക്ലിയർ ആണല്ലോ? പോയിട്ട് 90,000 ഉണ്ട്. ആ 90,000 നമുക്ക് 60,000 രൂപയുടെ ഷെയർ ക്യാപിറ്റൽ കിട്ടുന്നുണ്ട്. പിന്നെ പോയിട്ട് 40,000 രൂപ CRR ക്രിയേറ്റ് ചെയ്യേണ്ടി വേണം. അപ്പൊ ഇവിടെ 90,000 അവൈലബിൾ ആണ്, 40,000 സഫീഷ്യന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പോയിട്ട് ജനറൽ റിസർവ് അങ്ങനെയാണ് 50,000 രൂപയെ ബാലൻസ് വരുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ആവാഹിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യത്തെ എൻട്രി എന്താണ്? ഇവിടെ പാർട്ട്ലി പെയ്ഡപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂ എൻട്രി എത്രയാണ് ഇവർക്ക് കൊടുക്കാനുള്ള ഡ്യൂ എൻട്രി എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് എഴുതി പോകാം. അത് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കി, ഞാനൊരു പുതിയ ബാലൻസ് ഷീറ്റ് വരച്ച്, ബാലൻസ് ഷീറ്റിനകത്ത് ഇക്വിറ്റി ഷെയർ വന്നിട്ടുണ്ട്. ഒരു 50,000 ഉണ്ടായിരുന്നത് 56,000 ആകും. അതിന്റെ വാല്യൂ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പ്രോബ്ലം എൻട്രീസ് എല്ലാം എഴുതിയതിനു ശേഷം നമുക്ക് എഴുതാം. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ ജനറൽ റിസർവിന്റെ ബാലൻസ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞ പുതിയ റിസർവ് വന്നിട്ടുണ്ട്. സെക്യൂരിറ്റീസ് പ്രീമിയത്തിലും ചെറിയ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ഇതിനകത്തെല്ലാം ചേഞ്ചസ് ആണ് വരുന്നത്. നമുക്ക് നോക്കാം. ലോങ് ടൈം ഡെറ്റ് ഒരു ചേഞ്ചും ഇല്ല കേട്ടോ, ഒരു ചേഞ്ചും ഇല്ല. ഒന്നും പറയണ്ട, അതപ്പോൾ അതുപോലെ അങ്ങ് എഴുതി ഒരു പുതിയ ബാലൻസ് ഷീറ്റ് നമുക്ക് അതുപോലെ എഴുതി വെച്ചാൽ അത്രയും നിങ്ങൾക്ക് മാർക്കിന് ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ട്രേഡ് പേബിൾസ് നോ ചേഞ്ച്. ഓക്കെ, അസറ്റ് സൈഡിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നോ ചേഞ്ച്, പ്ലാന്റ് ആൻഡ് മെഷീനറി നോ ചേഞ്ച്, ഇൻവെന്ററി നോ ചേഞ്ച്. അപ്പൊ ഈ എക്സിസ്റ്റിംഗ് ബാലൻസ് ഷീറ്റിലെ കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഈ വെർട്ടിക്കൽ ഫോർമാറ്റ് കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചേക്കണം. ക്ലിയർ ആണല്ലോ?
അപ്പൊ ഇതൊന്ന് ഇനി നമുക്ക് എൻട്രി ചെയ്തതിന് ശേഷം ഈ ബാലൻസ് ഷീറ്റിലേക്ക് വരാം. ഞാൻ ഇവിടെ കുറച്ച് ഇങ്ങനെ ഡാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ചാൽ ഇതൊക്കെ വർക്കിംഗ് നോട്ടാണ്. ഇതെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വർക്കിംഗ് നോട്ടും കൂടെ കാണിച്ച് ഞാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം പോവും. കൂടുതൽ വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു സാഹചര്യം നോക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ടോട്ടൽ കാണിക്കുന്നില്ല. ഫോർമുല സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ തെറ്റാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ടാലി ആകാതെ കിടക്കുന്നല്ലോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ഓപ്പൺ ആക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യത്തെ എൻട്രി. ആദ്യം എന്ത് എൻട്രി ആണ് ഞാൻ പറയാം? ഡ്യൂ എൻട്രി. ഡ്യൂ എൻട്രി വരുമ്പോഴത്തേക്കും ഡെബിറ്റ് ചെയ്യേണ്ട എന്താണ്? റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നെയിം, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് നെയിം. ക്രെഡിറ്റ് ചെയ്യേണ്ടതോ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നെയിം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, 10% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. എത്രയായിരുന്നു എമൗണ്ട്? 1 lakh അല്ലേ? അവർക്ക് എത്ര രൂപയാണ് കൊടുക്കണ്ടേ? 10% പ്രീമിയത്തിലാണ്. അപ്പോൾ 1,00,000-ന് 1,10,000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണ് ഡെബിറ്റിൽ. ഇപ്പൊ നോക്കിയാൽ ഡെബിറ്റും ക്രെഡിറ്റ് നോക്കുമ്പോൾ ഡെബിറ്റിൽ ഒരു 10,000 ഡിഫറൻസ് ഉണ്ട്. അതെന്താണ്? അപ്പം പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. നറേഷൻ എന്ത് എഴുതും? പ്രിഫറൻസ് ഷെയർസ് ഡ്യൂ ഫോർ റിഡംഷൻ അറ്റ് 10%. ക്ലിയർ ആണോ? എൻട്രി വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കണം. ക്യാപിറ്റൽ കുറയുമ്പോൾ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക, കൊടുക്കാനുള്ള ആൾക്കാരെ ക്രെഡിറ്റ് ചെയ്യുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ ഡിഫറൻസ് ഡെബിറ്റ് സൈഡിൽ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഇനി നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഇഫ് എനി ഇറ്റ് ഷുഡ് ബി ക്യാൻസൽഡ്. ക്യാൻസൽ ചെയ്യുന്ന എവിടുന്നാണ്? ഔട്ട് ഓഫ് പ്രോഫിറ്റ്. നമുക്കിവിടെ ഏതാ പ്രോഫിറ്റ് അവൈലബിൾ ആയിരിക്കുന്നത്? ജനറൽ റിസർവ് ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന തുക. അപ്പൊ എൻട്രി എങ്ങനെയായിരിക്കും? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഈ പ്രീമിയത്തിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട് വരുന്നത്? ഈ 10,000 അല്ലേ? നമുക്ക് ആ വാല്യൂ മാത്രം ഒന്ന് എഴുതി ക്ലോസ് ചെയ്തേക്കാം. നറേഷൻ എന്താ വരുന്നത്? ക്യാൻസലേഷൻ ഓഫ് പ്രീമിയം റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് ജനറൽ റിസർവ്. നോക്കി എന്ത് എളുപ്പമാന്ന് നോക്കിയേ. ഇനി അടുത്ത് നമ്മുടെ കണ്ടീഷൻ എന്താ പറഞ്ഞിരുന്നത്? നമുക്ക് ഫ്രഷ് ഇഷ്യൂ ആദ്യം ഇവിടെ നടത്താം. ഫ്രഷ് ഇഷ്യൂ ആദ്യം നടത്താന്ന് പറഞ്ഞു. കാര്യം നമുക്ക് വേണ്ട ടോട്ടൽ എമൗണ്ട് എത്രയാണ്? നമുക്ക് വേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്, റിഡംഷന് വേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 1,00,000 ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മള് ആ ഫേസ് വാല്യൂ വെച്ച് 1,00,000 രൂപയാണ് നമുക്ക് റിഡംഷന് ആവശ്യമായിട്ട് വരുന്നത്. അതില് 6,000 ഷെയർ 10 രൂപ പ്രകാരം ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ 60,000 രൂപ നമുക്ക് ഫ്രഷ് ഇഷ്യൂ വഴി കിട്ടും. ഫ്രഷ് ഇഷ്യൂ വരുമ്പോഴത്തേക്കുള്ള എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് പ്രീമിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. സോ ക്രെഡിറ്റ് ചെയ്യേണ്ടത് പ്രീമിയം കൂടെയാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അല്ലേ? എളുപ്പമല്ലേ മക്കളെ? വളരെ സിമ്പിൾ ആണേ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ മൊത്തം 60,000 രൂപയാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ 6,000 രൂപയും കൂടെ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ നമുക്ക് എമൗണ്ട് എഴുതാം. 60,000 പ്ലസ് 6,000, ടോട്ടൽ വാല്യൂ കളക്റ്റഡ് 66,000. നറേഷൻ ഫ്രഷ് ഇഷ്യൂ ഓഫ് 6,000 ഷെയർസ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. ഇനി നമുക്ക് എന്താ വേണ്ടത്? CRR നിന്ന് എത്ര എമൗണ്ട് ആണ് മാറ്റി വെക്കേണ്ടത്? അത് ഞാൻ ഇവിടെ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കാം. ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 1 lakh. ഫ്രഷ് ഇഷ്യൂ എത്ര കിട്ടി? 60,000. ഫേസ് വാല്യൂ എടുക്കാവുള്ളൂ, പ്രീമിയം ഒന്നും എടുത്തേക്കല്ലോ കേട്ടോ. പ്രീമിയത്തിന് നമുക്ക് എല്ലാം ഫേസ് വാല്യൂ, ആ പാർ വാല്യൂ എത്രയുണ്ടോ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. 60,000 രൂപ കിട്ടി. അങ്ങനെയാണ് CRR ക്രിയേറ്റ് ചെയ്യേണ്ട എത്ര രൂപയ്ക്കാണ്? 40,000. CRR ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോഫിറ്റ് ഏതേ നമുക്ക് അവൈലബിൾ ഉള്ളൂ? ജനറൽ റിസർവ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എൻട്രി എന്തായിരിക്കും? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു CRR. നോക്കിയേ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു CRR. എമൗണ്ട് എത്രയാ മക്കളെ? 40,000. 40,000. CRR is created out of general reserve. Simple narration. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവരുടെ പേയ്മെന്റ് കൊടുക്കുക. എത്ര രൂപ കൊടുക്കാനുള്ളത്? 1,10,000 രൂപ. കണ്ടോ, ഇവന്മാരെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. എത്രയാ കൊടുത്ത് തീർക്കണ്ടേ? 1,10,000 രൂപ കൊടുത്ത് തീർക്കണം. നോക്കിയേ എന്ത് എളുപ്പമാണ് നോക്കിയേ. 1,10,000 rupees ആണ് കൊടുക്കുന്നത്. സെറ്റിൽമെന്റ് ഓഫ് ക്ലെയിം ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഈ എൻട്രീസ് എല്ലാം വളരെ കൃത്യമായിട്ട് ഒന്ന് നോക്കി വെച്ചേക്കുക. നോക്കി വളരെ വൃത്തിയായിട്ട്. ഡേറ്റ് കോളത്തിനൊന്നും വലിയ യൂട്ടിലിറ്റി ഒന്നുമില്ല. 31 മാർച്ചിൽ നടക്കുന്നതുകൊണ്ട് സാർ ഇങ്ങനെ എഴുതി പോയെന്നുള്ളതേ ഉള്ളൂ.
ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോവാം. ഇവിടെ ഞാൻ പറഞ്ഞു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നോക്കിയേ എന്താ തന്നിരിക്കുക എന്നുള്ള മക്കളെ. 5 lakh എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്നു, അഡീഷണൽ 60,000 വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ വാല്യൂ എഴുതാം. ടോട്ടൽ 5,60,000. ഇനി റിസർവ്സ് ആൻഡ് സർപ്ലസിലെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്താ തന്നിരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ക്ലോസിംഗ് ഇക്വിറ്റി ക്യാപിറ്റൽ അല്ല, ക്ലോസിംഗ് സെക്യൂരിറ്റീസ് പ്രീമിയം കേട്ടോ. ഐ എം സോറി. ക്ലോസിംഗ് സെക്യൂരിറ്റീസ് പ്രീമിയം 56,000. നമുക്ക് ഇവിടെ എഴുതാം 56,000. ഇനി CRRന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച വാല്യൂ ആണ്. CRR തന്നിരിക്കുന്നത് 40,000 ആണ്. അത് നമുക്കിവിടെ എഴുതിയേക്കാം. ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത് ജനറൽ റിസർവ് എമൗണ്ട് ആണ്. അത് എത്രയാണെന്നുള്ളത് നോക്കുക. ജനറൽ റിസർവിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 1 lakh ഉണ്ടായിരുന്നു. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു 10,000 ഉപയോഗിച്ചു. CRRന് വേണ്ടി ഒരു 40,000 ഉപയോഗിച്ചു. ബാലൻസ് വരുന്നത് 50,000 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് വർക്കിംഗ് നോട്ടായിട്ട് എഴുതാം, ഇല്ലെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാലും മതി. സമയവും മാർക്കും എല്ലാം നോക്കി വേണം ചെയ്യാനായിട്ട്. 15 മാർക്കിന്റെ ഒക്കെ ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വർക്കിംഗ് നോട്ട് എഴുതി പോക്കോണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നമുക്ക് ഇതിന്റെ ടോട്ടൽ ഒന്ന് നോക്കിയേക്കാം. ടോട്ടൽ വന്നിരിക്കുന്നത് 9,56,000 ആണ്. ലൈബിലിറ്റിയുടെ ടോട്ടൽ 9,56,000 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അസറ്റ് സൈഡിലേക്ക് പോകാം. അസറ്റ് സൈഡിൽ നമുക്ക് ക്യാഷിന്റെ മാത്രമേ ഉള്ളൂ ചേഞ്ച് വരുന്നുള്ളൂ. ബാക്കി എല്ലാം ബൈ ഡിഫോൾട്ട് അസറ്റ് സൈഡിലുണ്ട്. അപ്പോൾ ക്യാഷ് എങ്ങനെയാണ് അതിനകത്ത് മാറ്റം വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കിയാൽ അതിൻ്റെ ഒരു വർക്കിംഗ് നോട്ട് എന്നുള്ളത്. ഓപ്പണിംഗ് ബാലൻസ് 90,000 ആയിരുന്നു ക്വസ്റ്റില്. നിങ്ങൾ നോക്കിയേക്കോ 90,000. ദെൻ പുതിയ ഇഷ്യൂ വന്നിരിക്കുന്ന 60,000 രൂപ ക്യാപിറ്റലായിട്ട് കളക്ട് ചെയ്തു. അതിൻ്റെ കൂടെ 6,000 രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ട് ചെയ്തു. ദെൻ എമൗണ്ട് ടു പെയ്ഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 1,10,000 നെഗറ്റീവ് വാല്യൂ ആണ്. മൈനസ് വാല്യൂ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തേക്കണം. ഞാനിവിടെ മൈനസ് കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു സെക്കൻഡ് ഫോർമുല ഒന്ന് മൈനസ് വാല്യൂ 46,000 ആണ് നമുക്ക് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് 46,000 എന്ന് എഴുതിയേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ എത്രയാണെന്ന് നോക്കിയേ, 9,56,000. നോക്കിയേ, ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മിനിമം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഇതിന്റെ അഡീഷണൽസ് ആണ് സാറ് പറഞ്ഞത്. ചിലപ്പോൾ ഡിബഞ്ചറിന്റെയും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ വിൽക്കുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രഷ് ഇഷ്യൂ ആണ് ആദ്യം വന്നിരിക്കുന്നത്. അതിന് ശേഷമാണ് CRR ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ CRR ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ടിന് നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്താനായിട്ട് വരും. നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു വർക്കിംഗ് നോട്ട് ചെയ്തോണം. ഇപ്പം CRR ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫേസ് വാല്യൂല് മൈനസ് ചെയ്തിട്ട് ബാലൻസ് വരുന്നത് വേണം നമ്മൾ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് എടുക്കാനായിട്ട്. എന്തായാലും പ്രീമിയത്തിൽ റെഡീം ചെയ്യുകയോ സെക്യൂരിറ്റീസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പ്രീമിയത്തിലാണെന്നും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും അറ്റ് പാർ എന്നുള്ള രീതിയിൽ മാത്രം എടുത്ത് വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും മെസ്സേജ് ആയിട്ട് ഇട്ടേക്കുക. ഞാനതിന് കൃത്യമായിട്ട് തന്നെ മറുപടിയും തന്നേക്കാം. ഓക്കെ, അപ്പം താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ഏരിയയിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. താങ്ക് യു.